നമസ്തേ. കൃഷ്ണ ഗുരുവായൂരപ്പ. എവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുന്നില്ല എന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. നിരന്തരം രക്ഷിതാക്കൾ ഇവിടെ വന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അയാൾ നല്ലതുപോലെ പഠിക്കും, പക്ഷേ പരീക്ഷാ പേപ്പറിൽ വരുമ്പോഴോ ഒന്നുമില്ല. അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്ന് നല്ലപോലെ പഠിക്കും, അയാൾക്ക് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അത് പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല എന്നീ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓർമ്മക്കുറവ്, പഠിക്കുന്ന സമയങ്ങളിലുള്ള ഓർമ്മക്കുറവ് അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒരുപാട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഏറെക്കുറെ നമുക്ക് മാറ്റി നിർത്താവുന്നതാണ്. പ്രധാനമായിട്ടും കുട്ടികൾക്ക് പഠിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സമയം. ചിലർക്ക് രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് അവരുടെ ഇഷ്ടത്തിന് വിടുക. ഒരിക്കലും നിങ്ങൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിക്കണം, അത് ബുദ്ധി വികാസം ഉണ്ടാക്കും എന്നോ അല്ലെങ്കിൽ ഒരുപാട് രാത്രി ഇരുന്ന് പഠിക്കുന്നത് പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നും പറയുന്നത്. അവർക്ക് എപ്പോഴാണോ പഠിക്കുവാൻ താല്പര്യം ഉളവാക്കുന്ന സമയം ഏതെന്ന് അവർ തന്നെ നിശ്ചയിക്കേണ്ടതാണ്. എങ്കിലും ഏറ്റവും ഉത്തമമായ സമയം രാവിലെയാണ്, വെളുപ്പിനാണ്, ബ്രഹ്മമുഹൂർത്തത്തിലാണ്, പ്രകൃതി ഉണരുന്ന സമയത്താണ്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ആ സമയത്തിരുന്ന് പഠിക്കുവാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ താല്പര്യങ്ങൾ ഒരിക്കലും അവരിൽ അടിച്ചേൽപ്പിക്കരുത്. അപ്പോൾ ഇനി രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിയിലിരുന്ന് പഠിക്കുകയാണെങ്കിലും പഠിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ച് ശരീരം ശുദ്ധിയാക്കിയ ശേഷം മാത്രമേ പഠിത്തം ആരംഭിക്കാവൂ. ആദ്യമായിട്ട് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വന്ന് അല്പനേരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നാരായണ മന്ത്രം, ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. ഏറെ പ്രധാനപ്പെട്ടത് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്നം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശുരജ്ഞമേ തുടങ്ങുന്ന വിദ്യാരാജഗോപാല മന്ത്രം നിത്യം 21 പ്രാവശ്യമെങ്കിലും കുറയാതെ ജപിക്കണം. അപ്പൊ അത് വെറുതെ ജപിച്ചാൽ പോരാ. അപ്പൊ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുവാനായിട്ട് നമ്മളൊരു ദീപം തെളിച്ചു വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നിലവിളക്ക് ദീപം തെളിച്ചു വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ ദീപത്തിലേക്ക് നോക്കി ആ ദീപത്തിന്റെ പ്രഭയിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ 2 നേത്രങ്ങളും പൂർണ്ണമായിട്ടും ആ ദീപത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അല്പനേരം ആ ദീപത്തിന്റെ ചലനങ്ങളെ മാത്രം നിരീക്ഷിക്കുക. ഇപ്പൊ ചുറ്റുമുള്ളതെല്ലാം ബ്ലാങ്ക് ആയിട്ട് തോന്നും. ശേഷം സാവധാനം കണ്ണുകൾ അടച്ച്, അപ്പൊ കണ്ണിന് മുന്നിൽ ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന ദീപം മാത്രമായിരിക്കും കാണുന്നത്. ആ ദീപത്തിലേക്ക്, നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ കണ്ണിന് മുന്നിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ദീപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അഷ്ടാക്ഷരി മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രമോ, പ്രധാനമായിട്ടും വിദ്യാരാജഗോപാല മന്ത്രം 21 കുറയാതെ ജപിക്കുക. ശേഷം പഠിക്കുവാനായിട്ട് പോകേണ്ടതാണ്. അപ്പൊ പഠിക്കാൻ പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ചെന്ന് നമ്മൾ പഠിക്കാനാണ് ഇരിക്കേണ്ടത്, ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇരിക്കരുത്. നമ്മൾ എസ്സേ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, പഠിക്കാനുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് ആ സമയത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വസ്തുത, ഓർമ്മക്കുറവ് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ആ ഓർമ്മക്കുറവാണല്ലോ ഇവിടെ പ്രധാന പ്രശ്നം. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാം? ഒരു ചെറിയൊരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ മതി. എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങുവാനായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ റിവൈൻഡ് ചെയ്യിക്കുക. എങ്ങനെയാണ്? നമ്മൾ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ സമയം മുതൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മൾ സഞ്ചരിച്ച സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് വന്ന് കട്ടിലിൽ വന്ന് കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഓർത്തെടുക്കണം. ആദ്യം ചെയ്യുമ്പോൾ അത് കൃത്യമാവുകയില്ല, ഒരുപാട് പ്രയാസമായിരിക്കാം. എന്നാൽ അത് നിത്യം ചെയ്യണം, നിത്യം നമ്മൾ അത് ചെയ്യണം.
ഏറെക്കുറെ ഒരു 10-15 ദിവസം ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തികൾ, നമ്മൾ കണ്ട സ്ഥലങ്ങൾ, നമ്മൾ വായിച്ച നെയിം ബോർഡുകൾ, നമ്മുടെ കണ്ണിലൂടെ കടന്നുപോയ, നമ്മുടെ കാഴ്ചയിലൂടെ കടന്നുപോയ ഓരോ വസ്തുവിനെയും അണുവിട തെറ്റാതെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഓർമ്മയിലേക്ക് വരുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സും കൂടെ വരും, അല്ലെ? സ്കൂളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സും കൂടെ അതിനകത്ത് വരും. അപ്പൊ നമ്മൾ ആ ഓരോ വസ്തു നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയ ഏതെങ്കിലും ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ, നെയിം ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ, ചില വണ്ടികളുടെ നമ്പറുകൾ എന്ന് വേണ്ട നമ്മുടെ സകല പ്രവർത്തികളും രാവിലെ ഉറക്കം എഴുന്നേറ്റ് ബെഡിൽ വന്ന് കിടക്കുന്നത് വരെയുള്ള ആ സകല പ്രവൃത്തികളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിത്യം ശ്രമിക്കുമ്പോൾ ഏറെക്കുറെ ദിവസം കഴിയുമ്പോൾ ഈ പ്രവൃത്തികളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയിൽ വരും. അത് നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു ചെറിയ മാർഗമായിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നീട് പഠനത്തിലുള്ള അലസത അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ടുള്ള മടി, പഠിത്തത്തിലുള്ള അലസത എന്ന് പറയുന്നത് അവനവൻ തന്നെ അത് മാറ്റണം. അതിന് പൂജയും മന്ത്രവും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, സ്വയമേ ചിന്തിച്ച് മാറ്റണം. അതിന് നല്ല സ്കൂളുകളിലെ അധ്യാപകരുമായിട്ട് അവരുടെ പ്രവൃത്തികളെ കൃത്യമായിട്ടും രക്ഷിതാക്കൾ പരിശോധിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകരിൽ നിന്ന് കൊടുത്ത് വീട്ടിലെ രക്ഷകർത്താക്കൾ അവരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അവരുടെ അലസത മാറ്റി അവരെ പഠിത്തം എന്ന് പറയുന്ന, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ചിന്തയിൽ നിന്നും മറ്റേത് കാര്യത്തിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടും പരിശോധിച്ച് അത് മാറ്റേണ്ടതാണ്. വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്ന കാര്യം ഞാൻ മുൻപ് പറഞ്ഞു. അതുപോലെ തന്നെ സാരസാകൃതം ജപിച്ച് കഴിക്കുന്നത്, അതുപോലെ തന്നെ സാരസാരിഷ്ടം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ജപിച്ച് വാങ്ങി കഴിക്കുന്നത് പഠിക്കുന്ന സമയത്തുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഏറെക്കുറെ മാറി നിൽക്കുവാനായിട്ട് സഹായകമാവും. അപ്പൊ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഠിത്തത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയും കുട്ടികൾ ഏറെക്കുറെ ആധ്യാത്മികമായ ചിന്താഗതികളിലേക്ക് വരികയും ചെയ്യാം. ആധ്യാത്മികമായ ചിന്താഗതികളിലേക്ക് കുട്ടികൾ വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഈ സമൂഹത്തില് രക്ഷകർത്താക്കളോടൊക്കെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരെ നിന്ദിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അവർക്കൊരു ഈശ്വരഭയം ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അവരെ ഈശ്വര ചിന്തകളിലൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കൾ പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളുന്നു.